കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. ഇതുണ്ടോ, അവൾ കാറ്റൊക്കെ അടിച്ച്, രാവിലത്തെ കാറ്റൊക്കെ അടിച്ച് ഉറക്കത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ അവളെ ഇറക്കി ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോൾ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഒരു സൈഡിൽ നിന്ന് കാറ്റടിച്ചിട്ട് സൈക്കിൾ വലത്തോട്ട് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ശരി, യാത്ര പതിയെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ലോണാവാലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ലോങ് വഴിയാണ്, അതുപോലെ തന്നെ മരുഭൂമിയാണ്. കണ്ടോ, മരുഭൂമിയുടെ കാഴ്ചകൾ കണ്ടോ. അപ്പോൾ വലിയൊരു അനുഭവം ഉണ്ടായി. അത് ചെറുപ്പക്കാർ വന്നിട്ട് പറയും ആധാർ കാർഡ് എടുത്തോന്ന് പറയും, ഞങ്ങളിവിടുത്തെ ഭയങ്കര സംഭവമാണെന്ന് പറയും. നമുക്ക് പണ്ട് മഹാരാഷ്ട്രയിൽ വെച്ച് സംഭവിച്ച പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ മിലിറ്ററിയുടെ പെർമിഷനോട് കൂടിയാണ് യാത്ര ചെയ്യുന്നത്. നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വിളിക്കാം. പിന്നെ ഞാനിവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടാണ് യാത്ര മുന്നോട്ട് പോന്നിരിക്കുന്നത്. അപ്പം 112 വിളിച്ചാൽ ഞങ്ങൾ വന്നോളാമെന്ന് ഒരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലുള്ള ഈ വിവരമില്ലാത്ത ആളുകൾ അങ്ങനെ വന്നിങ്ങനെ ആധാർ കാർഡൊക്കെ ചോദിക്കും. പാവപ്പെട്ട ആളുകളാണെങ്കിൽ എടുത്തു കൊടുക്കും. നമ്മൾ ധൈര്യത്തോടെ പറയും നീ ആരാന്ന് ചോദിക്കും. അങ്ങനെ രണ്ടാവന്മാരെ ഇപ്പോൾ ഓടിച്ചു വിട്ടു. ഇത് വിജനമായ സ്ഥലമാണ്. പിന്നെ മിലിറ്ററിയുടെ വണ്ടികൾ മാത്രമേ ഇതിൽ വരാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഓരോ ജീപ്പുകളൊക്കെ വന്നെങ്കിലായി. ഇതുണ്ടോ, ഇതാണ് മരുഭൂമി. പക്ഷേ പുല്ലുണ്ട്. പുല്ല് പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ടാണ്. അത് ഇപ്പോൾ തന്നെ മഴ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഉണങ്ങിപ്പോയി. അപ്പോൾ ഈ വഴിയിലൂടെ ഇങ്ങനെ ഞാനും കുഞ്ഞിയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് വന്നു കഴിഞ്ഞാൽ പട്ടീനെ വെളിയിലിറക്ക് ഓർഡറാണ്. ഞാൻ പറഞ്ഞ്, എടാ നിന്നെപ്പോലെ സ്കൂളിൽ പോകാത്തവനല്ല ഞാൻ, അതുകൊണ്ട് നീ നിൻ്റെ പണി നോക്കുക, ഞാൻ എൻ്റെ പണി നോക്കി പൊക്കോളാം. അപ്പോൾ അതുകൊണ്ട് നീ നിൻ്റെ ഗാവിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. വഴിയിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ പോലീസും പട്ടാളമൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പട്ടാളക്കാർ ഇവിടെയുണ്ട്, അവരെ ഇപ്പോൾ വിളിക്കാം. വന്നു കഴിഞ്ഞാൽ നീ ഒരു 4 മാസം അകത്ത് പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആദ്യം വന്ന ടീമുകൾ അവിടെ പവർ പ്ലാന്റിൻ്റെ അടുത്ത് വെച്ചാണ് രാവിലെ. ഞാനിന്ന് 5:30 ആയപ്പോഴേ യാത്ര തിരിച്ചാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് ഇതുപോലുള്ള മാക്രി കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട്, ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വഴിയിലൂടെ മുന്നോട്ട് അങ്ങനെ സിന്ധു നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനുള്ള ഒരു കനാലിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ. വേണ്ട, മരുഭൂമിയുടെ വന്യതയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സൈഡെല്ലാം മരുഭൂമിയാണ്. അയ്യോ, മടുത്ത്. വേണ്ട, 13 കിലോമീറ്ററാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. 26 കിലോമീറ്റർ ആയിരുന്നു, 13 കിലോമീറ്ററിൽ എത്തിയിട്ടുണ്ട്. കിടക്കുന്ന വഴി കണ്ടോ, കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുത്തെ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.